ഇന്നൊരു സിനിമയുടെ അപ്ഡേറ്റ് അല്ല, വരാൻ പോകുന്ന മാർച്ച് 27 നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മെഗാ ഷോ വരുന്നുണ്ട്. അതായത് നമ്മുടെ എമ്പുരാൻ ലൂസിഫറിൻ്റെ 2ാം ഭാഗം പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. സോ ആ ഒരു സിനിമയുടെ റിലീസ് ഈ വരുന്ന മാർച്ച് 27. സോ മാർച്ച് 27 നമ്മുടെ ലിയോ കേരളത്തിലിട്ട FD അത് പൊട്ടിക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് മൊത്തം ചർച്ച തന്നെ. ഞാനൊക്കെ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ എൻ്റെ പൊന്നോ ഇമാതിരി ചർച്ച ഞാൻ കണ്ടിട്ട് പോലില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തൂക്കാനോ FD തൂക്കാനും സാധ്യതയുണ്ട്, തൂക്കില്ല എന്നും പറയാം. കാരണം ലിയോയ്ക്ക് കിട്ടിയ ഫാൻ ഷോസും ഷോ കൗണ്ടും എമ്പുരാന് കിട്ടിയിട്ടില്ല. അതായത് നല്ലധികം പ്രീ സെയിൽസ് നല്ല രീതിക്ക്, അതായത് 3 മണിക്കൂർ കൊണ്ട് 4 കോടി രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തത്. എന്നാൽ നേരെ മറിച്ച് ലിയോ 24 മണിക്കൂർ കൊണ്ട് 6 കോടി രൂപയാണ് കളക്ട് ചെയ്തത്, പ്രീ സെയിലിലൂടെ മാത്രം കേട്ടോ. സോ ആ ഒരു ആ റെക്കോർഡൊക്കെ മറികടന്ന് ഇപ്പോൾ എമ്പുരാൻ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ലൊരു ഷോ കൗണ്ട് തന്നെ ഉണ്ട് എമ്പുരാന്, അത് ഓൾമോസ്റ്റ് കേട്ടോ. അത് പക്ഷേ ലിയോയ്ക്ക് കിട്ടിയ ആ ഷോ കൗണ്ട് ഇല്ല. ലിയോ ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ ഒരു പടമാണ്. എന്നാൽ നേരെ മറിച്ച് എമ്പുരാൻ ഒരു 3 മണിക്കൂറിൻ്റെ പടമാണ്. 3 മണിക്കൂറിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു എമ്പുരാൻ സിനിമ തുടങ്ങുന്നത് 6 മണിക്ക്, ലിയോ സിനിമ 4 മണിക്കും. സാധ്യത വളരെയധികം കുറവാണ്. അതായത് എമ്പുരാൻ ലിയോനെ ബീറ്റ് ചെയ്യാനുള്ള സാധ്യത, ബീറ്റ് ചെയ്യില്ല എന്നല്ല, നമ്മുടെ ഒരു നിഗമനം വെച്ച് ബീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ബീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റ് പോലും വിടാതെ എമ്പുരാൻ്റെ ഫുൾ സീസും ഒക്യുപ്പൈഡ് ആയിരിക്കുക. എന്നാൽ ഇത് ബീറ്റ് ഇനി നേരെ മറിച്ചും പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ പടം 100 കോടി ക്ലബ്ബിൽ കയറുന്നതിന് യാതൊരു സംശയവും വേണ്ട. 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കും. നമ്മുടെ മോഹൻലാലിൻ്റെ എല്ലാ റെക്കോർഡ്സും പുള്ളി തിരിച്ചു പിടിച്ചിരിക്കും. പ്രീ സെയിലൂടെ തന്നെ ലിയോനെ പൊട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. We have to end this war.